ദശാബ്ദ കാലത്തിനിടെയുണ്ടായ ഏറ്റവും വലിയ സൗരക്കാറ്റായിരുന്നു കഴിഞ്ഞ ദിവസം ഭൂമിയിലേക്ക് ആഞ്ഞു വീശിയത്. ഇതിന്റെ ഭാഗമായുള്ള സൗരജ്വാല ലഡാക്ക് ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. സൗരക്കാറ്റിനെ വലിയ അത്ഭുതത്തോടെയായിരുന്നു നാം കണ്ടത്. എന്നാൽ ഈ കാറ്റ് പല ഭാഗങ്ങളിലും മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചു. നമ്മുടെ ഉപഗ്രഹ സിഗ്നലുകളെ പോലും താറുമാറാക്കാൻ കഴിയുന്ന സൗരക്കാറ്റ് എന്താണെന്ന് നോക്കാം. സോളാർ സ്ഫോടനത്തിന് ശേഷം കാന്തിക ക്ഷേത്രത്തിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പുറന്തള്ളുന്ന സോളാർ പ്ലാസ്മയുടെ മേഘങ്ങൾ അഥവാ കൊറോണൽ മാസ് ഇജക്ഷൻ ശക്തി പ്രാപിച്ചാണ് സൗരക്കാറ്റ് ഉണ്ടാകുന്നത്. സ്ഫോടനത്തിന് ശേഷം രൂപപ്പെടുന്ന മേഘങ്ങൾ മണിക്കൂറുകളോളം ബഹിരാകാശത്ത് കറങ്ങിക്കൊണ്ടിരിക്കും. ഇവ ഗ്രഹങ്ങളുടെ കാന്തിക ക്ഷേത്രങ്ങളുമായി കൂട്ടിയിടിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ശക്തിയേറിയ കാറ്റായി മാറുന്നത്. ഭൂമിയുടെ കാന്തിക ക്ഷേത്രങ്ങളുമായി കൂട്ടിയിടിക്കുമ്പോഴാണ് ഭൂമിയിലേക്ക് കാറ്റ് വീശുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ചെറുതും വലുതുമായി 7ഓളം കാറ്റുകളാണ് ഭൂമിയിലേക്ക് വീശിയത്. ബുധനാഴ്ച മുതൽ സൂര്യനിലുണ്ടായ സ്ഫോടനങ്ങളായിരുന്നു ഇതിലേക്ക് നയിച്ചത്. സൺസ്പോട്ട് AR3664 നിന്നാണ് സൗരജ്വാലകൾ ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. വെള്ളി, ശനി ദിവസങ്ങളിൽ സൂര്യനിൽ നടന്ന സ്ഫോടനങ്ങൾ അതിശക്തമായിരുന്നു. ഇതാണ് ശക്തിയേറിയ കാറ്റിലേക്ക് നയിച്ചത്. സൂര്യനിലുണ്ടായ സ്ഫോടനത്തിന്റെ ചിത്രങ്ങൾ അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസ പുറത്തുവിട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നിലവിൽ രൂപപ്പെട്ടതിനേക്കാൾ വലിയ സൗരക്കാറ്റുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. സൂര്യനിലെ പൊട്ടിത്തെറിയുടെ ഭാഗമായുണ്ടാകുന്ന ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും പ്രവർത്തന ഫലമായി ഭൂമിയിൽ റേഡിയേഷൻ സ്റ്റോമിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും വിദഗ്ധർ പങ്കുവയ്ക്കുന്നു. 2025 വരെ സൂര്യനിൽ സ്ഫോടനങ്ങൾ ഉണ്ടായേക്കാം. നിലവിൽ സൂര്യൻ അതിന്റെ 11 വർഷത്തെ സൗരചക്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 2024 10ാം വർഷമാണ്. 2014 മുതൽ എല്ലാ വർഷങ്ങളിലും ഭൂമിയിലേക്ക് സൗരക്കാറ്റ് ആഞ്ഞു വീശിയിട്ടുണ്ട്. ഈ വർഷം ഡിസംബർ ആകുമ്പോൾ നിലവിൽ വീശിയടിച്ചതിനേക്കാൾ അതിശക്തമായ സൗരക്കാറ്റാകും വീശിയടിക്കുക എന്ന മുന്നറിയിപ്പും വിദഗ്ധർ നൽകുന്നു. സൂര്യന്റെ സൗരചക്രത്തിലൂടെയുള്ള കടന്നുപോകൽ അതിന്റെ കൊടുമുടിയിൽ എത്തുന്നു എന്നതാണ് ഇതിന് കാരണം. GPS നാവിഗേഷൻ, മൊബൈൽ ഫോൺ സിഗ്നലുകൾ, സാറ്റലൈറ്റ് TV എന്നിവ തടസ്സപ്പെടുത്താനും സൗരക്കാറ്റിന് കഴിയും. വൈദ്യുതി ലൈനുകളിലെ കറണ്ട് വർദ്ധിപ്പിക്കാനും സൗരക്കാറ്റിന് ശക്തിയുണ്ട്. അതിശക്തമായ കാറ്റുകൾക്ക് നമ്മുടെ വിമാന സർവീസുകളെ വരെ തടസ്സപ്പെടുത്താൻ കഴിയും.